പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ അഹങ്കാരം നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥയും അതിൽ വലിയൊരു പാഠവുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. ഒരിക്കൽ മർവാ കുന്നിന് സമീപത്ത് വെച്ച് പ്രമുഖ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയുന്നത് ഒരാൾ കാണുകയാണ്. കാര്യമറിയാതെ പരിഭ്രാന്തനായ അയാൾ അടുത്തു ചെന്ന് ചോദിച്ചു, "ഓ അബു അബ്ദുറഹ്മാൻ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത്?" വിറക്കുന്ന ശബ്ദത്തോടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, "മറ്റൊന്നുമല്ല, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം വലിപ്പത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അള്ളാഹു അയാളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അദ്ദേഹം കേട്ടിട്ടുണ്ട്. ആ ഭയങ്കരമായ കാര്യത്തെ ഓർത്താണ് ഞാൻ ഇങ്ങനെ കരയുന്നത്." അതേ കൂട്ടുകാരെ, എന്താണ് യഥാർത്ഥത്തിൽ ഈ അഹങ്കാരം? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വളരെ ലളിതമായി നമുക്ക് നിർവചിച്ചു തന്നിട്ടുണ്ട്. സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ് അഹങ്കാരം. നമുക്ക് അറിവ് കൂടുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന പദവികൾ ലഭിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു കുഞ്ഞു ചിന്തയുണ്ട്. ഞാനാണ് വലിയവൻ, മറ്റുള്ളവരെല്ലാം എനിക്ക് താഴെയാണ്. ഈ ഒരൊറ്റ ചിന്ത മതി ഇബ്ലീസിനെ പോലെ നമ്മളെയും തകർത്ത് കളയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ആദമിനേക്കാൾ ശ്രേഷ്ഠൻ താനാണെന്ന ആ അഹങ്കാരമല്ലേ ഇബ്ലീസിനെ ശപിക്കപ്പെട്ടവനാക്കിയത്. നമ്മൾ എത്ര വലിയ പണ്ഡിതനോ പണക്കാരനോ അധികാരമുള്ളവനോ ആകട്ടെ, മറ്റുള്ളവരോട് വിനയത്തോടെ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ, തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ നമുക്ക് അഹങ്കാരം സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അഹങ്കാരികൾക്ക് പരലോകത്ത് വലിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ അഹങ്കാരികൾ പരലോകത്ത് ഉറുമ്പുകളെപ്പോലെ ചെറുതാക്കപ്പെടുകയും അവർ നിന്ദ്യതയാൽ വലയം ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെ, അറിവോ സമ്പത്തോ പദവിയോ എന്തു തന്നെ ഉണ്ടായാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം പോലും അഹങ്കാരം വരാതെ നാം ശ്രദ്ധിക്കണം. എപ്പോഴും വിനയമുള്ളവരായി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.